विष्णुभीष्टं स्थावितं जले स्वयं रूपकदामिहं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं सागरजातं सहगणरिपुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्ण करुणा सिंधु दीनबंधु जगत्पते गोपेश गोपीय कांध राधाकांड नमोस्तुते तप्त कांचन गौरंगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः आनंदकोटि वैष्णववृंद की जय. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മള് ഈ ഒരു സെഷനില് ഗുരുവിന്റെ പ്രാധാന്യം അഥവാ ഗുരുവിനെ സ്വീകരിക്കേണ്ടത്, അതായത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ പാതയില് ഒരു ഗുരുവിനുള്ള സ്ഥാനം എന്താണ്. എല്ലാവരും ഗുരുക്കന്മാരെ സ്വീകരിക്കുന്നവരും ഏത് തലത്തിലായാലും ഗുരു എന്ന് പറയും നമുക്കൊരു കോച്ച്. ഇപ്പൊ മെറ്റീരിയൽ ലൈഫിലാണ്, നമുക്ക് ഇപ്പം അത്ലറ്റിക്സ് ആയാലും അതേപോലെ ഒരാളിന് പാട്ട് പാടണം അല്ലെങ്കിൽ ഡാൻസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് മേഖലയിലായാലും ശരി ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും, എനിക്ക് ഭഗവാനെ അപ്രോച്ച് ചെയ്താൽ പോരാ, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു മധ്യവർത്തിയുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഭക്തന്റെ അതിന്റെ ആവശ്യം എന്താണെന്ന് ചിലർ ചോദിച്ചേ. അപ്പം നമുക്ക് ഏത് കാര്യത്തിന്, ഇപ്പൊ നമ്മൾ സ്കൂളിൽ പോയി പഠിക്കും, നമുക്ക് അധ്യാപകൻ വേണം. അപ്പൊ എന്ന് പറയുന്നത് പോലെ ആധ്യാത്മിക ജീവിതത്തിലും നമുക്ക് ഒരു ഭക്തന്റെ അഥവാ ഒരു ഗുരുവിന്റെ ആവശ്യകത അത്യന്താപേക്ഷിതമാണ്. അപ്പൊ എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ആധ്യാത്മിക ജീവിതത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് വേണ്ടത്. കാരണം ആധ്യാത്മികതയെ കുറിച്ച് സാധാരണഗതിയിൽ ഒരു ജീവാത്മാവിന് വളരെ അജ്ഞതയാണ്, നമുക്കറിയില്ല. അതുകൊണ്ടാണ് സാധാരണഗതിയിൽ ആൾക്കാർ പാപം ചെയ്യുന്നതും അല്ലെങ്കിൽ എന്താ പറയാ തെറ്റുകൾ വരുത്തുന്നതും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അത് തന്നെയാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ റെക്കമെൻഡ് ചെയ്യുന്നത്. 4-ാമത്തെ അധ്യായത്തില് 34-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. അപ്പൊ ആക്ച്വലി ഈ കാര്യം അർജുനനെ സംബന്ധിച്ചിടത്തോളം, അർജുനൻ ഭഗവാന്റെ സുഹൃത്താണ്, അവര് റിലേറ്റീവ്സ് ആണ്, ബന്ധുവാണ്. അപ്പൊ ആ ഒരു രീതിയിൽ ഒരേ പ്രായമാണ്. അപ്പൊ എപ്പോഴും അവര് തമ്മിൽ സഹാക്കളെ പോലെയാണ് ജീവിച്ചത്. പിന്നെ യുദ്ധത്തിന്റെ സമയം വന്നപ്പോഴ് അർജുനന് കൺഫ്യൂഷൻ ഉണ്ടായി, ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരെയൊക്കെ ഞാൻ വധിക്കണോ, വധിക്കുന്നത് എന്തൊരു പാപമാണ്, അങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായ സമയത്താണ് അർജുനൻ എന്താണ് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. എന്താ പറയുന്നത്, ഹൃദയ ദൗർബല്യം കൊണ്ട് എനിക്ക് ശ്രേയസ്കരമായത് എന്താണെന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല, തെറ്റേത് ശരിയേത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വരുന്ന കാര്യങ്ങളാണ്. ഈവൻ ഭൗതിക കാര്യങ്ങളിലായാലും നമ്മൾക്ക് ചില സമയത്ത് നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റ്, എന്ത് തീരുമാനം എടുക്കണം, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റാതെ ഒരു ധർമ്മസങ്കടം, അതാണ് ഒരു പസിൽ സ്റ്റേജ്. ആ ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾക്ക് ഒരാള്, അതായത് ജീവിതത്തിൽ നമ്മളെ നയിക്കാൻ, മുന്നോട്ട് നയിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈവൻ ഭൗതിക ജീവിതത്തിലായാലും ഭൗതിക കാര്യങ്ങളിലായാലും നമുക്ക് നയിക്കാൻ നമ്മളെ ഒരാൾ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ചില ആൾക്കാരുടെ അടുത്ത് പോകും, എനിക്കിങ്ങനെ വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അതുകൊണ്ട് അതിനെയൊക്കെ നിവാരണം ചെയ്യണം. അപ്പൊ അവരെന്താണ് പറഞ്ഞത്, നമ്മളെ പോലെ തന്നെയാണ് അവര് നമുക്ക് ചില ഉപദേശങ്ങളൊക്കെ തരും, അത് എന്താണ് കൂടുതൽ സങ്കീർണമാകും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഒരു മെന്റർ, അത് നമുക്ക് നിത്യജീവിതത്തിലും വേണം, അതിലൊപ്പം നമുക്കൊരു ഗുരുവിന്റെ അത്യന്താപേക്ഷിതമാണ്. ഒരു ജീവിതത്തിൽ, നമ്മുടെ ആധ്യാത്മിക ജീവിതത്തില് ഗുരു അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഗുരുവിനെ സ്വീകരിക്കുക, ഭഗവാൻ സ്വയം അർജുനനോട് പറയുന്നു. അപ്പോൾ അർജുനന്റെ ഈ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയില് അർജുനൻ കൃഷ്ണനോട് പറയുന്നു, എനിക്ക് ഹൃദയ ദൗർബല്യമുണ്ട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ചില സമയത്ത് പൊതുവെ നമുക്ക് എന്ത് ചെയ്യണം തീരുമാനം എടുക്കാൻ പറ്റാതെ വരുമ്പോഴ്, എനിക്ക് എന്താ പറയാ ശ്രേയസ്കരമായത് ശരിയേത് തെറ്റേത്, എനിക്ക് ഗുഡായിട്ടുള്ള നല്ലതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതെനിക്ക് പറഞ്ഞു തരണം. അങ്ങനെയാണ് അർജുനൻ കൃഷ്ണനോട് പറയുന്നത്, കൃഷ്ണ, എനിക്ക് എന്നെ ഉപദേശിച്ചാലും ഞാൻ അങ്ങയുടെ ശിഷ്യത്വേഹം ശാന്തിമാം മാം പ്രപന്നം കാർപ്പണ്യ ദോഷോ പഹത സ്വഭാവ.
അതായത് കാർപ്പണ്യ ദോഷം, അതായത് ഹൃദയ ദൗർബല്യത്താൽ ശരിയേത് തെറ്റേതെന്ന് എനിക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങ് എന്നെ ശിഷ്യനായി സ്വീകരിക്കണം. അപ്പം ഭഗവാനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. അതേപോലെ അർജുനൻ ഭഗവാന് സമർപ്പണം ചെയ്തു, ആത്മസമർപ്പണം. അപ്പൊ ഞാൻ അങ്ങയുടെ സേവകനാകട്ടെ, ഞാൻ എന്നെ സേവകനായിട്ട് അല്ലാതെ ശിഷ്യനായിട്ട് സ്വീകരിക്കുക. അപ്പൊ അതേപോലെ തന്നെ എന്താ അങ്ങനെ ഭഗവാൻ ലാസ്റ്റ് കൊടുക്കുന്ന ഉപദേശം എന്താണ്? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ, അല്ലെ? അത് എല്ലാം നമുക്കായിട്ടുള്ള ഉപദേശമാണ്. ഇവിടെ ആദ്യം തന്നെ 2ാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാന്റെ അടുത്ത് ആത്മസമർപ്പണം ചെയ്തു അർജുനൻ. അപ്പൊ പിന്നീടാണ് ഭഗവാൻ ഉപദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പം പിന്നെ പിന്നീട് കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, അർജുന, ഇപ്പൊ പിന്നീട് കുറെ കാര്യങ്ങളൊക്കെ പറയും. അർജുനൻ അങ്ങനെയാകും ഇങ്ങനെയാകും, ഞാൻ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതുകൊണ്ട് യുദ്ധം ചെയ്യാൻ വയ്യ, അങ്ങനെയൊക്കെ പറയുമ്പം കൃഷ്ണൻ പറയുന്നത് എന്താ? നീ ഒരു പണ്ഡിതനെ പോലെയാണ് സംസാരിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ ഭഗവത്ഗീത കൊടുക്കാൻ നേരം നിങ്ങൾ ഭഗവത്ഗീത ക്ലാസ്സിന് വരിക എന്ന് പറയുമ്പോഴൊക്കെ ആൾക്കാർ എന്താ പറയുക? എൻ്റെ വീട്ടിൽ ഒരുപാട് ഭഗവത്ഗീതയുണ്ട്, എൻ്റെ അച്ഛൻ വായിക്കുമായിരുന്നു, അമ്മ വായിക്കുമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ 2-3 ഭഗവത്ഗീതയുണ്ടെന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയത്തില്ലേ, അതായത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആധികാരികമല്ലാത്ത രീതിയാണ്. അപ്പൊ നമുക്കിപ്പോ ഭഗവത്ഗീത നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരാളിനെ നമ്മൾ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് നമ്മൾ ശ്രവിക്കുന്നു. അതൊക്കെ ഒരു എന്താ പറയാ, ആധ്യാത്മിക തലത്തിലേക്ക് ഉയരാനുള്ള ഓരോരോ ചവിട്ടുപടികളാണ്. നമ്മളിപ്പം ഗുരുവിനെ സ്വീകരിക്കുന്നതും, അല്ലെങ്കിൽ ഗുരുവിന്റെ പ്രതിനിധികളിൽ നിന്ന് നമ്മൾ ശ്രവിക്കുന്നതും, ഭാഗവതം ശ്രവിക്കുന്നതും, നമ്മൾ ഇവൻ നാമജപം തന്നെ നമ്മൾ കൂട്ടായിട്ടിരുന്ന് ഇപ്പം നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് നാമം ജപിക്കുന്നത്, ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ശ്രമങ്ങളാണ്. അപ്പോ ഇവിടെ അർജുനനോട് കൃഷ്ണൻ പറയുന്നത്, നീ ഒരു പണ്ഡിതനെ പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ നീ പണ്ഡിതനെ പോലെ സംസാരിക്കുന്നെങ്കിലും ഇത് എന്താണ്? ഈ സംസാരം ബുദ്ധിയുള്ള ഒരാളിന് പറ്റിയതല്ല. ബുദ്ധി, അപ്പൊ ഈ ബുദ്ധിയുള്ള ഒരാളിന് പറ്റുന്ന സംസാരം എന്ന് വെച്ചാൽ, ബുദ്ധി എന്ന് വെച്ചാൽ എന്താണ്? ബുദ്ധി പലതരത്തിലാണ്. ബുദ്ധി, വിവേകം, പിന്നെ അതേപോലെ തന്നെ മേധ, പ്രജ്ഞ, ഇങ്ങനെയൊക്കെയുണ്ട്. പല തട്ടുകളാണ് ബുദ്ധിക്ക്. നമ്മൾ സാധാരണ അതിനെ ബുദ്ധി എന്ന് പറയുന്നെങ്കിലും യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് വ്യവസായാത്മിക ബുദ്ധി, ഏകേക കുരുനന്ദന, അതാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഈശ്വരനോടുള്ള യഥാർത്ഥത്തിലുള്ള ഭഗവാന്റെ യഥാർത്ഥ നില, യഥാർത്ഥ പദവി, ഭഗവാൻ ആരാണ്, ഭഗവാനും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ്, എൻ്റെ യഥാർത്ഥ പൊസിഷൻ എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് സ്വയം ഭഗവത്ഗീത എടുത്തു വെച്ച് വായിച്ചെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരാള് ഇതൊന്നും പരിശീലിക്കാത്ത ഒരാളിൽ നിന്ന് നമ്മൾ ഇതൊക്കെ കേട്ടത് കൊണ്ടോ ഒന്നും നമുക്ക് ശരിയായ ജ്ഞാനത്തിലേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് ഭഗവാൻ ഭഗവത്ഗീതയിലൂടെ പറയുന്നത്, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിരേ ജ്ഞാനം ജ്ഞാനിന തത്വദർശന. അതായത് ഒരു ആധ്യാത്മിക ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തെ സേവിച്ച്, കാരണം ചോദ്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിപ്പം നമ്മളുടെ ഇപ്പൊ ക്ലാസ്സിൽ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാ കുട്ടികൾ ഓരോ ചോദ്യം ചോദിക്കുമ്പം ടീച്ചേഴ്സിന് ഭയങ്കര സന്തോഷമാണ് അതിൻ്റെയൊക്കെ ആൻസർ പറഞ്ഞു കൊടുക്കാൻ. കാരണം ആ കുട്ടിയുടെ ആ ഔത്സുക്യം. അപ്പൊ എപ്പോഴും ഒരു ഭക്തനിൽ അല്ലെങ്കിൽ ഒരു ശിഷ്യനിൽ അതുണ്ടാകേണ്ട ഒരു വലിയ ഗുണമാണ്. അപ്പൊ അതാണ് ഇപ്പം സുഖദേവ ഗോസ്വാമിയുടെ അടുത്ത് പരീക്ഷിത് മഹാരാജാവ് ശ്രീമദ് ഭാഗവതം ശ്രവിക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കും ഒരുപാട് ചോദ്യങ്ങൾ. സുഖദേവ ഗോസ്വാമി ഓരോ കാര്യങ്ങൾ പറയും, പക്ഷെ സുഖദേവ ഗോസ്വാമി വിചാരിക്കാത്ത തന്നെ കുറെ കാര്യങ്ങൾ പരീക്ഷിത് മഹാരാജാവിന്റെ ആ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ ആ ഒരു ഔത്സുക്യം, ആകാംക്ഷ, കേൾക്കാനുള്ള കൂടുതൽ കേൾക്കാനുള്ള ആകാംക്ഷ ഉണ്ടാകും. അപ്പൊ അതാണ് ആത്മസാക്ഷാത്കാരത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ അതാണ്. അപ്പൊ നമ്മളൊരു ഗുരുവിനെ സ്വീകരിച്ചു അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിലുപരി അദ്ദേഹത്തെ സേവിക്കുക, ഒരു വിനയം. അപ്പൊ നമുക്ക് വിനയം എന്താണെന്ന് ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും അറിയില്ല. ഈവൻ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് കുട്ടികൾക്ക്. പക്ഷെ ഇന്നത്തെ സമൂഹം അതിനെയല്ല പിന്താങ്ങുന്നത്. അപ്പൊ നമ്മള് ആധ്യാത്മിക സാക്ഷാത്കാരത്തിൽ വരുമ്പോഴാണ് എന്താ ശരിയായ രീതിയിൽ ഒരു ഭക്തൻ
കൃഷ്ണാവബോധം പരിശീലിക്കുമ്പോഴ തനിയെ വന്നു ചേരുന്ന ഒരു ഏറ്റവും വലിയൊരു ഗുണമാണ് വിനയം എന്ന് പറയുന്നത്. വിനയം അത് നമുക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും ഞാനെന്ന ഭാവം പാഴ്സീകവും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഈ ഒരു എന്താ പറയാ ഞാനെന്ന ഭാവത്തിൽ നിന്ന് ഞാൻ ഒരു ദാസനാണ്, അല്ലെങ്കിൽ എൻ്റെ ഗുരുവിൻ്റെ ശിഷ്യനാണ്, അല്ലെങ്കിൽ ഞാൻ ഭഗവാന്റെ ദാസനാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥ ശിഷ്യനാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, നീ ഒരു ഗുരുവിനെ സ്വീകരിക്കണം, അദ്ദേഹത്തെ സേവിക്കണം. സേവന മനോഭാവം. ഞാൻ ദാസനും അദ്ദേഹം യജമാനനുമാണ്. അഥവാ എൻ്റെ ഗുരു എന്ന് പറയുന്നത് എൻ്റെ യജമാനനാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ്, ദാസനാണ്. അപ്പൊ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ദാസൻ എന്നും അതിനർത്ഥമുണ്ട്. അപ്പൊ അതാണ് അർജുനൻ നിന്ന് നമ്മള് ഭഗവത്ഗീതയിലൂടെ അർജുനന്റെ ഒരു ക്വാളിറ്റി പഠിക്കുന്നത്. അർജുനൻ ആദ്യമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ധർമ്മശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ അതെല്ലാം ശരിയാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോൾ അതെല്ലാം ശരിയാണ്. പക്ഷെ ഭഗവാന്റെ തീരുമാനം അല്ലെങ്കിൽ ഭഗവാന്റെ എന്താ പറയാ നിർദ്ദേശങ്ങള് അതെന്താണെന്ന് അവിടെ ആ ഒരു ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തിലൂടെയാണ് ഭഗവാൻ അർജുനന് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്? ഗുരു, അതായത് അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളൊക്കെ വളരെ ഹെവിയാണ്. ഇപ്പൊ പണ്ടൊക്കെയുള്ള കാലത്ത് ഒരു ഗുരുവിനെ സ്വീകരിക്കുക എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട്, ഈസിയാണ് ഗുരുവിനെ കിട്ടാൻ. നമ്മളിപ്പോ അങ്ങോട്ട് ആൾക്കാരോട് പറയാം, നിങ്ങൾ വരുന്നു, സ്വീകരിക്കൂ, ഗുരുവിനെ സ്വീകരിക്കൂ, ഭഗവത്ഗീത പഠിക്കൂ, ഭാഗവതം ശ്രവിക്കൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഗുരുവിന്റെ മഹിമ. കാരണം എന്താണ്? എല്ലാവരെയും ഉത്ബുദ്ധരാക്കുക. അപ്പൊ നമ്മുടെ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ സ്വയം ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം, ഈ ഒരു ശാസ്ത്രം. അങ്ങനെയുള്ളവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അപ്പൊ എന്ന് പറയുന്നത് നമ്മളൊരു ഗുരുവിനെ കിട്ടുക എന്ന് പറഞ്ഞ പണ്ടത്തെ കാലത്തൊക്കെ ആരും അങ്ങനെ എന്താ പറയാ ദീക്ഷ കൊടുക്കത്തില്ല. ഇവൻ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹം ബാബാജി മഹാരാജിനെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം, എനിക്ക് ദീക്ഷ തരണം. അപ്പം ഭക്തി വിനോദ ഠാക്കൂറിന്റെ മകനാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ, ശ്രീല പ്രഭുപാദിന്റെ ഗുരു. അപ്പൊ അദ്ദേഹം പല പ്രാവശ്യം ഇദ്ദേഹത്തെ സമീപിച്ചിട്ട് അദ്ദേഹം പറയില്ല, പിന്നെ നാളെ വരൂ, ഞാൻ ആലോചിക്കട്ടെ, ഞാൻ കൃഷ്ണനോടൊന്ന് ചോദിക്കട്ടെ. കാരണം അവരൊക്കെ കൃഷ്ണനോട് ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അദ്ദേഹം ഒരിക്കലും എന്താ പറയാ ഒരു ഗുരുവാണെന്നുള്ള രീതിയിൽ അദ്ദേഹം ഇരുന്നിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എവിടെങ്കിലും വനത്തിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ പോയിരുന്നു അദ്ദേഹം 24 hours ഇങ്ങനെ ഹരിനാമം ജപിക്കുകയാണ്. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? ഞാൻ യോഗ്യനല്ല മറ്റൊരാളിന് എന്താ അതായത് മറ്റൊരാളിന്റെ ഗുരുവായിട്ട് പിന്നെ കഴിയാനുള്ള യോഗ്യത എനിക്കില്ലെന്ന് അദ്ദേഹം അത്ര വിനയാന്വിതനാണ്. അതാണ് നമ്മുടെ പരമ്പരയിൽപ്പെട്ട ആചാര്യന്മാരുടെയൊക്കെ അവരുടെ നിലപാടതാണ്. അപ്പൊ പല പ്രാവശ്യം അദ്ദേഹം പോവും, എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം, എനിക്ക് ഹരിനാമ ദീക്ഷ തരണം. അപ്പോഴൊക്കെ അദ്ദേഹം പറയും, ഞാൻ മറന്നുപോയി, ഞാൻ പല പ്രാവശ്യം, ഒത്തിരിയും പ്രാവശ്യം പോയി, 100 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പോയിട്ട് അദ്ദേഹം പിന്നീട് അവസാനം പറഞ്ഞ കൃഷ്ണനോട് ചോദിക്കട്ടെ എന്നാണ് പറയുന്നത്, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന്. അപ്പൊ അവര് അത്രമാത്രം ആ ഒരു പരമ്പരയുടെ ആ ഒരു ഗുണമാണ്, ഭഗവാനിൽ നിന്ന് തുടങ്ങുന്ന അവരുടെ ഉള്ളിലെ ആ വിനയമാണത്. അങ്ങനെയാണ് അദ്ദേഹം പിന്നീട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് അദ്ദേഹം എന്താണ് ദീക്ഷ കൊടുക്കുന്നത്. അപ്പൊ അതേപോലെ ഇന്ന് പക്ഷെ അതല്ല സ്ഥിതി. ഇന്ന് നമ്മൾ എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ ഇത് സ്വീകരിക്കുക, നാമം ജപിക്കുക, ശാസ്ത്രങ്ങളെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഹരിനാമ ദീക്ഷ സ്വീകരിക്കുമ്പോൾ നമ്മള് ഗുരു നമ്മളെ കണക്ട് ചെയ്യുകയാണ് നമ്മുടെ പരമ്പരയിലൂടെ. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഏവം പരമ്പര പ്രാപ്തം ഇമം രാജർഷയോഗി. പണ്ടത്തെ ആൾക്കാര്, രാജർഷിമാര് പോലും അന്ന് ഈ പരമ്പരയിലൂടെയാണ് അവർ ഈ ജ്ഞാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അന്നൊക്കെ എന്ന് വെച്ചാല് പിന്നെ സാധാരണക്കാര് എല്ലാവരും, അന്നൊക്കെയുള്ള മിക്കവാറും ഉള്ള ആൾക്കാരെല്ലാം ഋഷീശ്വരന്മാരും അതേപോലെ മുനിമാരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ്. പക്ഷെ ഇന്ന് കലിയുഗത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പതിതരാണ്, ബദ്ധജീവാത്മാക്കളാണ്. അപ്പൊ അവർക്ക് എന്താ പറയാ ഒരു ആധ്യാത്മിക ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനോ ഈ ഭൗതിക ലോകത്തിന് ഉപരിയായിട്ട് ഒരു ജീവിതം, ആധ്യാത്മിക ജീവിതം ഉണ്ടെന്ന് സങ്കല്പിക്കാനോ ഒന്നും കഴിയില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ ഈ കൃഷ്ണാവബോധ പ്രചരണത്തിലൂടെയാണ്, ശ്രീല പ്രഭുപാദിന്റെ അനുഗ്രഹം കൊണ്ടാണ്. അത് കാരണം അദ്ദേഹം ജഗദ്ഗുരുവാണ്, അദ്ദേഹം എല്ലാവരുടെയും ശിക്ഷാഗുരുവാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമുക്കിന്ന് ഈ ഒരു പറഞ്ഞിട്ടുള്ള എന്താ പറയാ ഈ ഭഗവത്ഗീത, ഭാഗവതം ഇതെല്ലാം എല്ലാവരുടെയും കൈകളിൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുക. ഇനി കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ആചാര്യന്മാർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്.
പക്ഷെ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഇനി നമ്മുടെ കയ്യിൽ നിന്നുള്ള എഫർട്ട് എടുക്കുക. അപ്പൊ നമ്മൾ ഇനി ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുക. അപ്പൊ ആ ദീക്ഷ സ്വീകരിക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഗുരുവിനെ സ്വീകരിക്കുക അഥവാ ഗുരുവിനെ വരിക്കുക എന്ന് പറയും. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഗുരുവിനെ സ്വീകരിക്കുക. ഇപ്പം വരിക്കുക എന്ന് വെച്ചാൽ എന്താ? സ്വീകരിക്കുക എന്നാണ്. അപ്പൊ ആ ഗുരുവിനെ വരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം ആരായിരിക്കണം? അതാണ് തദ്വിധി, അതായത് വിധിപ്രകാരം സ്വീകരിക്കണം. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവ്യ. കാരണം അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കണം. പരിപ്രശ്നേന സേവ, അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അദ്ദേഹത്തിനെ സേവിക്കുകയും വേണം. അതൊക്കെയാണ്, അങ്ങനെ നമുക്ക് വിനയം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എന്ന ഭാവം എപ്പോഴും നമുക്ക് മുന്നിട്ട് നിൽക്കും. അപ്പം ഒരാള് നമ്മൾ സേവിക്കുമ്പോ, ഗുരുവിനെ സേവിക്കുമ്പോ, നമുക്ക് നമ്മുടെ പരമ്പരയിലൊക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. എന്താ, നരോത്തമ ദാസ് ഠാക്കൂർ എന്ന് പറഞ്ഞ ഒരു നമുക്ക് അതായത് വൈഷ്ണവ ഗീതങ്ങളൊക്കെ എഴുതിയ ഒരു വലിയ ആചാര്യനാണ് അദ്ദേഹം, നരോത്തമദാസ് ഠാക്കൂർ. അപ്പൊ അദ്ദേഹം ഈ ജയശ്രീ കൃഷ്ണ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ചുള്ള കീർത്തനമുണ്ട്, പഞ്ചതത്വത്തെ കുറിച്ച്. അതൊക്കെ എഴുതിയ അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്താണ്, അദ്ദേഹത്തിന്റെ ഗുരുവാണ് ലോകനാഥ സ്വാമി. അപ്പൊ അദ്ദേഹം ഈ ലോകനാഥ സ്വാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പണ്ടൊക്കെ ഇങ്ങനെ അതായത് ക്ഷേത്ര സന്യാസം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. ക്ഷേത്ര സന്യാസം എന്ന് പറഞ്ഞാല് ക്ഷേത്രത്തിൽ നിന്ന് അവർ പുറത്തു പോകത്തില്ല, അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഭഗവാനെ സേവിക്കും. സന്യാസിമാർ ആക്ച്വലി പരിവ്രജാചാര്യന്മാര് പുറത്തു പോയി പ്രീച്ച് ചെയ്യുന്നവരാണ്. പക്ഷെ ഇദ്ദേഹം ക്ഷേത്ര സന്യാസം ആണ്. അദ്ദേഹം ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു പോകാതെ അവിടെ തന്നെ ഭഗവാനെ സേവിക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു എളിയ ഒരു ശിഷ്യനാണ് ഈ നരോത്തമദാസ് ഠാക്കൂർ. അദ്ദേഹം ഒരു വലിയ ജമീന്ദാരുടെ മകനാണ്. അപ്പൊ അദ്ദേഹം എന്താണ്, ഈ ഗുരുവിനെ സ്വീകരിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് വളരെ മീനിയലായിട്ടുള്ള, അദ്ദേഹം ഇങ്ങനെ പുറത്തു പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന് വളരെ മീനിയലായിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹം ആ ഗുരുവിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയതും അദ്ദേഹത്തിന് അങ്ങനെയാണ് ദീക്ഷ കിട്ടുന്നതും ഒക്കെ. അപ്പൊ അത്രമാത്രം അതാ സേവനം എന്ന് പറയുന്ന അത്ര മഹിമയുള്ളതാണ്, മഹാത്മ്യമുള്ളതാണ്. അപ്പൊ നമ്മള് ഗുരുവിനെ സ്വീകരിച്ച് എന്ന് വിചാരിച്ച് ഇന്നത്തെ കാലത്ത് അങ്ങനൊന്നുമില്ല. നമ്മൾ ഗുരുവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുക. ഇന്നത്തെ കാലത്ത് അത്രേ ഉള്ളൂ. പണ്ടത്തെ പോലുള്ള ആ ഒരു സേവനമൊന്നുമല്ല. നമ്മൾ ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുക. അതാണ് സേവനം. ഇപ്പൊ നമ്മളോട് ഗുരു പറയുന്നു, നീ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. അത് നമ്മുടെ ഹൃദയത്തിൽ അത് സ്വീകരിച്ച് അത് നടപ്പിലാക്കുക, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പിന്നെ അതുപോലെ തന്നെ 16 മാല ജപിക്കുക. ഇത്രയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം നമുക്ക് ഓരോ ഘട്ടത്തിലും ജീവിതത്തിന്റെ, ഇപ്പൊ നമ്മൾ ദീക്ഷ എടുക്കുന്നു, പിന്നെ അത് കഴിഞ്ഞാൽ ബ്രാഹ്മണ ദീക്ഷ എടുക്കുന്നു, പിന്നെ അതിനുശേഷം ഉയർന്ന ഭക്തന്മാര് സന്യാസം സ്വീകരിക്കുന്നു, ചിലര് വാനപ്രസ്ഥം സ്വീകരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഗുരുവിന്റെ ആജ്ഞകളാണ്. അപ്പൊ ഈ ഗുരുവിന്റെ ആജ്ഞകളെ പാലിച്ച് അദ്ദേഹത്തിനെ സേവിച്ച് അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് ആധ്യാത്മികതയിൽ പുരോഗതി പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും ഗൃഹസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷെ നമുക്ക് ദീക്ഷ സ്വീകരിക്കാനുള്ള അവകാശവും അതിനുള്ള അർഹതയും അതിനുള്ള യോഗ്യതയും ഒക്കെ ഉണ്ട്. കാരണം അതിന് നമ്മുടെ മനസ്സൊന്ന് ഒരുങ്ങിയാൽ മാത്രം മതി. അപ്പൊ ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹത്തെ സേവിച്ച് അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം. കാരണം ഗുരു എന്ന് പറയുന്നതിന് അതാണ് തത്വദർശിയാണ്. തത്വദർശി എന്ന് വെച്ചാൽ എന്താണ്? അതായത് സത്യം കണ്ടറിഞ്ഞിരിക്കുന്ന ആളാണ് തത്വദർശി. പണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന് അദ്ദേഹത്തിന്റെ ദാമോദര ലീലയില് ഇങ്ങനെ അദ്ദേഹം ഉരല് വലിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോഴ 2 വൃക്ഷങ്ങൾ അല്ലെ, മരൂത് വനങ്ങൾ രണ്ടും താഴെ വീണപ്പോഴ എന്നിട്ട് അദ്ദേഹം അതിന്റെ ഇടയിലോട്ട് ഇങ്ങനെ കയറ് വലിച്ചപ്പം 2 വൃക്ഷങ്ങളും താഴെ വീണു. അപ്പൊ ഈ ഗോപന്മാരൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ചെന്നപ്പോ ഈ ശബ്ദം കേട്ടിട്ട് നന്ദഗോപരും മറ്റു മുതിർന്ന ഗോപന്മാരും ഒക്കെ ഓടി വന്ന് ചോദിച്ചു, എന്താണ് സംഭവിച്ചത്, കുട്ടി എവിടെ പോയി? അപ്പൊ അങ്ങനെ ചോദിക്കുമ്പം ഈ ഗോപന്മാര് പറയുന്നത് എന്താണ്, ഈ വൃക്ഷങ്ങൾ, കാറ്റും മഴയൊന്നുമില്ലാതെ പിന്നെ ഈ വൃക്ഷങ്ങൾ, ഇത്രയും വലിയ വൃക്ഷങ്ങൾ എങ്ങനെ കടപുഴകി വീണു? അപ്പൊ അവര് പറയുന്നത് എന്താണ്, ഞങ്ങൾ കണ്ടു. എന്താ? അതായത് വൃക്ഷങ്ങൾ വീണ് അത് കൃഷ്ണനാണത് താഴെ ഇട്ടത്. അപ്പൊ അതാണ് യഥാർത്ഥ സത്യം എന്ന് പറയുന്നത്. പക്ഷെ ഇവരാരും വിശ്വസിച്ചില്ല. അപ്പൊ ഈ ഗോപന്മാര് പറയുന്നത്, ഞങ്ങൾ കണ്ടു, കൃഷ്ണനാണത് ചെയ്തത് എന്ന് പറയുന്ന പോലെ തത്വദർശിയാണ്. എന്ന് വെച്ചാൽ സത്യം കണ്ടറിഞ്ഞ് കൃഷ്ണന്റെ കാര്യങ്ങള്, യഥാർത്ഥ കാര്യങ്ങള്, ആ സത്യം മനസ്സിലാക്കിയ ആളുകളെയാണ് തത്വദർശികൾ എന്ന് വിളിക്കുന്നത്.
സത്യം കണ്ടറിഞ്ഞവർ, അഥവാ തത്വം, ഭഗവാന്റെ തത്വം മനസ്സിലാക്കിയവരെയാണ് തത്വദർശികൾ. അപ്പം എന്ന് പറയുന്ന പോലെ അപ്പൊ ഒരു തത്വദർശിയായിരുന്നു അദ്ദേഹം. തത്വദർശി ആയതിനാൽ ജ്ഞാനിന തത്വദർശിന, എന്താണ്, ജ്ഞാനം നൽകാനുള്ള അർഹതയുണ്ട് അദ്ദേഹത്തിന്. അതായത് അദ്ദേഹത്തിന് ജ്ഞാനം, എന്താ പറയാ, ഉപദേശം, ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. അതാണ്. അപ്പൊ ആ ഒരു ഗുരുവിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി, അദ്ദേഹത്തിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് എന്താ ഉപദേശാമൃതത്തിനകത്ത് പഠിച്ചിട്ടുണ്ട്, വാചോ വേഗം, മനസാ ക്രോധ വേഗം, ജിഹ്വാ വേഗം, ഉദരോപസ്ഥ വേഗം. ഇതിനെയെല്ലാം നിയന്ത്രിച്ച വ്യക്തിയാണ് ഗുരു എന്ന് പറയുന്നത്. അതായത് മനസ്സിനെ, വാക്കുകളെ, നാവിനെ, പിന്നെ അതേപോലെ ഉദരത്തെ, ജനനേന്ദ്രിയത്തെ, ഇതിനെയെല്ലാം നിയന്ത്രിച്ച ആളാണ്. അദ്ദേഹത്തിന് അങ്ങനെ ഇത്രയും എല്ലാം എന്താണ് നിയന്ത്രണം പാലിക്കുന്ന ഒരാളിന് ഈ ലോകമെമ്പാടും ശിഷ്യന്മാരെ സ്വീകരിക്കാനുള്ള യോഗ്യത നേടുന്നു. അതാണ് പറയുന്നത്. അതാണ് ഉപദേശാമൃതത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. അപ്പോ ആ ശ്ലോകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഒരു ഗുരുവെന്ന് പറയുന്ന സാധാരണ വ്യക്തിയല്ല. അപ്പൊ നമ്മളോട് നമുക്കും തരുന്ന ഉപദേശം അതാണ്, വാചോ വേഗം, മനസാ ക്രോധ വേഗം. നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം, നമ്മുടെ എന്താ പറയാ, വാക്കുകളെ നിയന്ത്രിക്കണം, കോപത്തെ നിയന്ത്രിക്കണം, മനസ്സിനെ നിയന്ത്രിക്കണം. ഇതെല്ലാം മനസ്സിന്റെ, നമ്മുടെ ത്വരകളാണ്, ആഗ്രഹങ്ങളാണ്. ഇതെല്ലാം കൂടുതൽ ചെയ്യാനായിട്ട് ഉദരത്തെ നിയന്ത്രിക്കണം. അപ്പൊ ഈ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് വരുന്ന, ഇത്രയും നിയന്ത്രണം പാലിക്കുന്ന ഒരാൾക്ക് ലോകമെമ്പാടും, അങ്ങനെയുള്ള ആളാണ് ഗുരു. ലോകമെമ്പാടും ശിഷ്യനെ സ്വീകരിക്കാനുള്ള അർഹതയുള്ള ആളാണ്, യോഗ്യതയുള്ള ആളാണ്. അപ്പോ പറഞ്ഞു വന്നത്, നമ്മളിപ്പം അങ്ങനെയുള്ള ഒരു ഗുരുവിനെയാണ് നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഗുരുവിനെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തില് ശിഷ്യനും ഗുരുവും തമ്മിലുള്ള ബന്ധമാണ് ഈ ലോകത്തിലേക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബന്ധം. പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനിങ്ങനെ ഒരിക്കൽ എന്തോ പേപ്പറിലാണോ ഏതോ ലേഖനത്തിലാണോ ഞാൻ വായിച്ചതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കുറെ. അതായത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ബന്ധം ഗുരു ശിഷ്യ ബന്ധം, പിന്നെ അതുപോലെ തന്നെ ഭാര്യ ഭർത്താവും തമ്മിലുള്ള ബന്ധം, പിന്നെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പിന്നെ ശരി ഉത്തരം കൊടുത്തിരിക്കുന്നത് ഗുരു ശിഷ്യ ബന്ധം എന്നാണ്. അപ്പൊ ഞാൻ അന്ന് ചെറുതാണെങ്കിലും ഞാൻ ഒരുപാട് ഗുരു ശിഷ്യ ബന്ധം എന്ന് വെച്ചാൽ ഇത്രയും അത് ശരിയായത് എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ കൃഷ്ണ കോൺഷ്യസിൽ വന്നപ്പോഴാണ് ആ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ ആ ഏറ്റവും മഹിമ ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഗുരു ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ അത് ഭൗതികമല്ല, അത് ആധ്യാത്മിക തലത്തിലേക്ക് ഉയരുന്നതാണ്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, എനിക്ക് അത് പിന്നീടാണ് മനസ്സിലായത്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, അപ്പൊ നമ്മൾ ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധം, കുട്ടികളും മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും അത് ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ അത് ഭൗതിക തലത്തിൽ നിന്ന് ഉന്നതമായ തലത്തിൽ, അത് ആത്മീയ തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബന്ധമാണ്. അത് ശാശ്വതമാണ്. അത് ഈ ജന്മത്തിൽ തന്നെ അല്ല. ഇപ്പൊ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ജന്മത്തിൽ തീർന്നു പോകും. പക്ഷെ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ അത് അടുത്ത ജന്മത്തിലും ഉണ്ടാവും. ഒരു ഗുരുവിന്റെ കർത്തവ്യം, ഗുരുവിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? അതായത് ഭാരം എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ എന്ന് വെച്ചാൽ അത്രയും ഭാരമേറിയതാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു തരുന്നു, നീ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം. അത് അത്ര ഈസിയുള്ള കാര്യമല്ല അല്ലേ? ഇപ്പൊ നമ്മൾ സാധാരണ ഭൗതികതയിൽ ജീവിക്കുന്ന ആൾക്കാരോട് ചെന്നേച്ച് 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ നമുക്ക് അവരുടെ അനുഗ്രഹം കിട്ടുമ്പോഴാണ്, അതായത് ബ്രഹ്മാണ്ഡ പ്രമിതേ ഭാഗ്യവാൻ കോന ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തിലത ബീജ. അപ്പൊ അത് ഗുരുവാണ്. ഇപ്പൊ ഗുരു കൃഷ്ണന്റെയും അനുഗ്രഹത്താൽ അതായത് നമ്മളെന്ന് പറയുന്ന ഈ ജീവൻ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. നമ്മൾ വിചാരിക്കും ഈ ഒരു ജന്മം എനിക്ക് കിട്ടി, ഞാൻ ഇതിനെ ആസ്വദിച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. ഒരുപാട് കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് ബ്രഹ്മാണ്ഡ പ്രമിതേ, ഈ ബ്രഹ്മാണ്ഡങ്ങളിലെല്ലാം നമ്മളിങ്ങനെ അലഞ്ഞു തിരിഞ്ഞു പല പല രൂപത്തിൽ, പല പല ഭാവത്തിൽ, പല ലോകങ്ങളിൽ ഒക്കെ, ഉപരിലോകങ്ങളില്, മധ്യലോകങ്ങളില്, അധോലോകങ്ങളിലൊക്കെ നമ്മൾ ജന്മങ്ങളെല്ലാം പല കോടിക്കണക്കിന് ജന്മങ്ങൾ എടുത്തതിന് ശേഷം ഒരു മനുഷ്യജന്മം കിട്ടി. അങ്ങനെ മനുഷ്യജന്മം കിട്ടിയപ്പം ഗുരുവിന്റെയും ഭഗവാന്റെയും അനുഗ്രഹത്താൽ ഗുരു കൃഷ്ണ പ്രസാദേ പായ ഭക്തിലത ബീജ, അപ്പോഴാണ് നമ്മളൊരു ഗുരുവിനെ കാണാൻ ഇടയാകുന്നത്. അപ്പൊ അദ്ദേഹമാണ്
എന്താണ് ആ ഭക്തിയുടെ ലതയെന്നാണ് പറയുന്നത്. ഭക്തിയുടെ ലത, അതിന്റെ ബീജം. ഇപ്പൊ എല്ലാ ചെടികൾക്കും അതിനൊരു വിത്തുണ്ട്, ഒരു ബീജമുണ്ട്. ആ ഭക്തിയുടെ ബീജത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ചു തരുന്ന ആരാണ്? ഗുരുവാണ്. അപ്പൊ ഗുരുവെന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഇപ്പൊ നമ്മളൊരു ഗുരുവിനെ നമ്മൾ എവിടെയെങ്കിലും വെച്ചൊരു ഗുരുവിനെ കാണാൻ നമ്മൾ ഇടയായി. അപ്പൊ ആദ്യമൊക്കെ ആയാലും എന്റെ ജീവിതത്തിൽ നോക്കുവാണെങ്കിൽ എനിക്ക് ഈ ഗുരുവിന്റെ മഹിമയെ പ്രാധാന്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ആദ്യമൊക്കെ ഞാൻ മസ്കറ്റ് വെച്ച് ഞാൻ ഗുരു മഹാരാജിനെയൊക്കെ കാണുന്ന സമയത്ത്, അന്നൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് വരും. അപ്പൊ വരുന്ന സമയത്ത് പിന്നെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു കടാക്ഷം, ആ ഒരു കണ്ണിലെ പ്രകാശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വന്ന് നമ്മളിലേക്ക് പതിക്കുമ്പം എന്തോ ഒന്ന് നമ്മളിലേക്ക് ചാർജ് ചെയ്യുന്ന പോലെ ഒരു അനുഭവമാണ്. എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഗുരുവിൽ നിന്ന്. അപ്പൊ അന്നൊക്കെ മിക്കവാറും അവിടെ വരുമ്പോ ഞങ്ങൾ എല്ലാവരുടെ പിന്നെ ഇരുന്ന് ഗുരുമഹാരാജ് പോയ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കും. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മളിങ്ങനെ നോക്കും, നമ്മളെ നോക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിക്കും ഗുരുവിന്റെ ഒരു കടാക്ഷം. പക്ഷെ അതാണ്, ഇപ്പൊ ഗുരു വരുന്ന സമയത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം, അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിക്കണം, അദ്ദേഹത്തിന്റെ പ്രണാമ മന്ത്രം പറയണം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പം അദ്ദേഹത്തിന്റെ ഒരു കടാക്ഷം അത് വളരെ റെയറായിട്ട് നമ്മളിലേക്ക് വരുമ്പോഴാ നമുക്ക് എന്തോ ഒരു ചാർജ് കിട്ടി. അതായത് നമുക്ക് എന്തോ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു ശക്തി നമ്മളിൽ പ്രവഹിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടും. അതാണ് ഗുരു എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയല്ല. ഒരിക്കലും ഒരു ഗുരുവിനെ സാധാരണ വ്യക്തിയായിട്ട് കാണരുത്. അദ്ദേഹം തത്വദർശിയാണ്, യഥാർത്ഥ സത്യം കണ്ടറിഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹം ഭഗവാന്റെ യഥാർത്ഥ പ്രതിനിധിയാണ്. അദ്ദേഹം ഭഗവാന് തുല്യം തന്നെയാണ്. ഭഗവാനാണോ? അല്ല, പക്ഷെ ഭഗവാന് ഈക്വലാണ്. ഭഗവാനോളം തന്നെ നല്ലതാണ്. സേവക ഭഗവാൻ, അതായത് സേവ്യ ഭഗവാൻ, സേവക ഭഗവാൻ. അതായത് അവരെപ്പോഴും അവരുടെ ജോലി എന്താണ്? എപ്പോഴും ഗുരുവിനെ, ഭഗവാനെ സേവിക്കുന്ന ജോലിയാണ് അവർക്കുള്ളത്. എപ്പോഴും അവരുടെ മനസ്സ് നിറയെ ഭഗവാനോടുള്ള നാമം, രൂപം, ലീല, ഗുണങ്ങൾ. നമ്മളെപ്പോഴും പറയുമല്ലോ, നമ്മളെപ്പോഴും ഭഗവാന്റെ നാമം ജപിക്കണം, രൂപത്തെ നമ്മുടെ മനസ്സിൽ കാണണം, പിന്നെ അതേപോലെ നമ്മൾ ഭഗവാന്റെ ലീലകളിൽ ശ്രവിക്കണം. ഇവരെല്ലാം എപ്പോഴും അതിങ്ങനെ അതീന്ദ്രിയമായിട്ട് അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മൾ ആണെങ്കിൽ മനസ്സിനെയൊക്കെ കുറെ നിയന്ത്രിച്ചാലേ ആ ഒരു ലീലയെ ഓർക്കണം, ഈ ഒരു ലീലയെ ഓർക്കണം എന്നൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് കുറെ തയ്യാറെടുക്കണം. പക്ഷെ അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഇങ്ങനെ ഭഗവാന്റെ ലീലകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു ഗുരുവിനെയാണ് നമുക്ക് കിട്ടുന്നത്. അത് എത്രയോ ഭാഗ്യം ചെയ്യണം നമ്മൾ. അപ്പൊ തീർച്ചയായിട്ടും ആ ഭാഗ്യമുണ്ട്. അപ്പം ആ ഗുരുവിന്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ കൃപ ആണ് നമ്മളിലേക്ക് ഒരു സിദ്ധിയായിട്ട്, കൃപാസിദ്ധിയായിട്ട് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ ഒരു ഗുരുവിന്റെ, ഒരു വൈഷ്ണവന്റെ അനുഗ്രഹം അപ്പൊ നമുക്ക് എപ്പോഴും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഗുരുവിന്റെ അനുഗ്രഹം, അദ്ദേഹത്തിന്റെ കൃപ സിദ്ധിക്കുക എന്നുള്ളത്. അപ്പൊ ആ കൃപാസിദ്ധിയിലൂടെ ചിലര് അവരൊക്കെ നിത്യസിദ്ധരാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആൾറെഡി ആ ഒരു സിദ്ധി ഉള്ളവരാണ്. അപ്പൊ അവരിൽ നിന്നാണ്, അങ്ങനെയുള്ള ഒരു ഗുരുവിനെയാണ് നമ്മൾ സ്വീകരിച്ച് നമ്മൾ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ നമ്മൾ പരിപാലിച്ച് അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളെ പിന്തുടർന്ന് നമ്മൾ ജീവിക്കുമ്പോഴാ നമുക്ക് യഥാർത്ഥ നമ്മുടെ ലക്ഷ്യം, ജീവിത ലക്ഷ്യം, അതായത് ജീവിത അർത്ഥം, പ്രേമ പുമാർത്തോ മഹാൻ, ചൈതന്യ മഹാപ്രഭു പറയുന്ന അതാണ്. പ്രേമ പുമാർത്തോ മഹാൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമം നേടുക എന്നുള്ളതാണ്. അപ്പൊ ആ കൃഷ്ണപ്രേമം നേടുന്നതിനുള്ള നമ്മുടെ ആ യോഗ്യത നമ്മൾ ഗുരുവിൽ കൂടെയാണ് സാധ്യമാക്കിയെടുക്കുന്നത്. അപ്പൊ ഗുരു ആരാണ്? ഇപ്പം ഇസ്കോണിൽ ആക്ച്വലി നമ്മൾ ഇസ്കോൺ ഗുരുക്കന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം പരമ്പരയിൽപ്പെട്ട ഗുരുക്കന്മാരാണ്. അതിലെല്ലാത്തിലും ഉപരി അവരുടെ ആ ജീവിത ലക്ഷ്യം എന്ന് പറയുന്ന എല്ലാം പരിവ്രജാചാര്യന്മാരാണ്. ലോകമെമ്പാടും സഞ്ചരിച്ച് അവർ ഓരോ ജീവാത്മാവിനെ ഉണർത്തി അതാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, ജീവ് ജാഗോ ജീവ് ജാഗോ, ജീവാത്മാവെ നീ ഉണരൂ, നീ എത്ര കാലം ഈ മായയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുകയാണ്. അതാണ് ജീവ് ജാഗോ ഗൗരചന്ദ്ര പോലെ, ഗൗരചന്ദ്രൻ പറയുന്ന അതാണ്. എല്ലാവരും ഉറങ്ങുകയാണ് മായയുടെ മടിത്തട്ടിൽ. അപ്പൊ എല്ലാവരും ഉണരൂ, എന്താണ്? എന്നിട്ട് സ്വീകരിക്കുക, ഈ ഹരിനാമത്തെ സ്വീകരിക്കുക, അതാണ് പറയുന്നത്. അപ്പൊ ഹരിനാമം നമ്മൾ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? ഗുരുവിൽ നിന്നാണ്. അപ്പൊ ഗുരു ഭഗവാന്റെ പ്രതിനിധിയാണ്, അദ്ദേഹം തത്വദർശിയാണ്, അദ്ദേഹത്തിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ ഇപ്പൊ ഒരാൾ ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ഭക്തൻ അല്ലെങ്കിൽ ഈ ശിഷ്യൻ അവൻ ഭഗവാന്റെ അടുത്ത് തിരിച്ചെത്തിക്കുക. അപ്പൊ ഭഗവാന്റെയും ജീവാത്മാവിന്റെയും നടുവിൽ നിൽക്കുന്നവരാണ് സുതാര്യനായിട്ടുള്ള
മധ്യവർത്തിയാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പം ഭഗവാനിലേക്ക് ഈ ജീവാത്മാവിനെ കൊണ്ടുചെന്ന് എത്തിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ഓരോ ശിഷ്യന്മാരെയും സ്വീകരിക്കുമ്പോഴാ അദ്ദേഹം ഓരോ ശിഷ്യന്മാരേക്കും ദീക്ഷ കൊടുക്കുമ്പോഴാ അദ്ദേഹം ഗുരു പരമ്പരയോട് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റി, അപ്പൊ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അദ്ദേഹത്തിന്റെ അതാണ് ഗുരു എന്ന് പറയുന്നത്. നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക ലോകത്ത് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ തോള് നിറയെ നമ്മുടെ കർമ്മഫലങ്ങളും കൊണ്ടാണ് വരുന്നത്. ഈ ഭൗതിക ലോകത്ത് വന്ന് ഈ കർമ്മഫലങ്ങളെല്ലാം അനുഭവിച്ച് തീർക്കാൻ വേണ്ടി ഒരു ചുമടും കൊണ്ടാണ് നമ്മൾ വരുന്നത്. ആ ഭാരം അത് തീർത്തു തരുന്നത് ഗുരുവാണ്. നമ്മുടെ തോളിലെ ഭാരം തീർത്തു തരുന്നത് ഗുരുവാണ്. അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മഫലങ്ങളെ എല്ലാം അദ്ദേഹം അങ്ങ് സ്വീകരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ സ്വീകരിക്കുമ്പം എന്താണ്, അദ്ദേഹത്തിനും ഭാരം കൂടിക്കൊണ്ടിരിക്കും. കാരണം ഇത്രയും ജീവാത്മാക്കളുടെ കർമ്മങ്ങളെല്ലാം അദ്ദേഹം നമ്മളിൽ നിന്നും എടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ശരിയായ മനോഭാവത്തിൽ ഒരു ഗുരുവിനെ നമ്മൾ സ്വീകരിക്കുമ്പം ശരിയായ മനോഭാവത്തോടുകൂടി നമ്മൾ അദ്ദേഹത്തെ സ്വീകരിക്കുകയും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ അതേപടി പാലിക്കണം. അപ്പൊ ഒരു ഒഫൻസ് ആണ്, അതായത് ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കാതിരിക്കുക, അതായത് ഗുരുവിന്റെ ആജ്ഞകളെ ഉല്ലംഘിക്കുക. മൂന്നാമത്തെ, അതായത് 10 അപരാധങ്ങളിലുള്ളതില് മൂന്നാമത്തെ അപരാധമാണ് ഗുരുവിന്റെ ആജ്ഞകളെ ലംഘിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മളിപ്പോ കൃഷ്ണ കോൺഷ്യസ് എന്ന് വെച്ചാൽ അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഭൗതിക ലോകത്ത് നമ്മൾ കഠിനാധ്വാനം ചെയ്തോ എങ്ങനെയും നമ്മുടെ ഫലം അനുസരിച്ച് എങ്ങനെയും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ആധ്യാത്മിക ജീവിതം എന്ന് വെച്ചാൽ എൻ്റയർലി ഡിഫറെന്റ് ആണ്. എനിക്ക് എൻ്റെ ഭൗതിക നേട്ടങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം, അല്ലെങ്കിൽ എൻ്റെ ഭൗതിക കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോകണം. അതിനുവേണ്ടിയല്ല നമ്മൾ ശരിക്കും കൃഷ്ണ കോൺഷ്യസിനെ സ്വീകരിക്കുന്നത്. ഇതൊരു തത്വമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ, അതായത് നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ ഉത്കൃഷ്ടമായ ഒരവസ്ഥയിലേക്ക്, ഭൗതിക ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ആധ്യാത്മികമായ ഉത്കൃഷ്ടതയിലേക്ക് നമ്മളെ നയിക്കുന്ന ഏറ്റവും വലിയ ഒരു സംരംഭമാണ് ഈ എന്താണ് പറയുന്നത്, കൃഷ്ണ കോൺഷ്യസ് സ്വീകരിച്ച് നമ്മൾ ഗുരുവിനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന്, അല്ല നമ്മൾ വെറുതെ ഇപ്പൊ ഭഗവത്ഗീത തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു ഭഗവത്ഗീത ഒരാൾക്ക് ആദ്യമായിട്ട് ഒരാൾ കൊടുക്കുകയാണ്, അതെടുത്ത് വെച്ച് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ വായിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. മലയാളമാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉള്ളവരാണെങ്കിൽ ഇംഗ്ലീഷ് വായിക്കുക, മലയാളത്തിലുള്ളവർക്ക് മലയാളം വായിക്കുക, ഒരക്ഷരവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതേപോലെ നാമം ജപിക്കാൻ പറയുമ്പോഴാ, പക്ഷെ ഗുരുവിന്റെ, എനിക്കൊക്കെ അതിന്റെയൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്കൊക്കെ എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ മനസ്സ് പല രീതിയിൽ പലയിടത്തും സഞ്ചരിക്കുന്നവരാണ്. നമുക്ക് എന്താണ് ആധ്യാത്മിക പുരോഗതി, നമുക്ക് സ്വയം അറിയാൻ പറ്റും ആധ്യാത്മിക പുരോഗതി എങ്ങനെയാണ്, ആ ആധ്യാത്മികമായ പുരോഗതി നമ്മൾ കൈവരിക്കേണ്ടതെന്ന്. മനസ്സിലായോ? അപ്പൊ അത് എല്ലാം ഗുരുവിൽ അധിഷ്ഠിതമായിരിക്കുകയാണ്. പിന്നെ നമ്മുടെ സിൻസിയറിറ്റി, നമ്മൾ എത്ര സീരിയസ് ആയിട്ട്, എത്ര ഗൗരവമായിട്ടാണ് നാമജപത്തെ നമ്മൾ കാണേണ്ടത്, എത്ര ഗൗരവമായിട്ടാണ് നമ്മൾ നമ്മുടെ ഗുരുവിനെ കാണേണ്ടത്. അദ്ദേഹം ആരാണ്? ഭഗവാൻ തന്നെയാണ്. ഗുരു വരുമ്പോ അദ്ദേഹത്തെ പണ്ടൊക്കെ ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മുടെ ശിക്ഷാഗുരുക്കന്മാര് ഇപ്പൊ എന്റെ തുടക്ക സമയം, അപ്പൊ ഞാൻ ഇങ്ങനെ ഗുരു വരുമ്പോ ഇങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും അദ്ദേഹത്തിന് വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാനിപ്പോ എന്താ ഇത്രയും പ്രാധാന്യം എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കൃഷ്ണ കോൺഷ്യസ് സീരിയസ് ആയപ്പോഴാണ് അന്നൊക്കെ ഞാൻ അങ്ങനെ ഓർത്തല്ലോ, എനിക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ആ ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഗുരുവിനെ പോലും പിന്നെ നമുക്ക് എങ്ങനെ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഗുരുവിനെ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം നമ്മൾ അത്ര അജ്ഞരാണ് ഭൗതിക ലോകത്ത്. നമ്മൾ ഭൗതികതയുടെ ഇങ്ങനെ കെട്ടുപാടിൽ കിടന്നിങ്ങനെ എന്താ പറയാ ഉഴലുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമുക്കൊരു ഗുരുവിനെ, ഏതെങ്കിലും മറ്റു വൈഷ്ണവരുടെ അനുഗ്രഹം കൊണ്ടാണ് ഇല്ല. ഇപ്പൊ നമുക്കൊരു ശിക്ഷാഗുരു ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മള് എന്താ പറയാ വർത്തമാന പ്രതിഷ്ഠ, 3 തരത്തിലുള്ള ഗുരുക്കന്മാരുണ്ട്. വർത്തമാന പ്രതിഷ്ഠ ഗുരു, ശിക്ഷാഗുരു, ദീക്ഷാഗുരു. വർത്തമാന പ്രതിഷ്ഠ ഗുരു എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെ ആദ്യമായിട്ട് കൃഷ്ണാവബോധത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളാണ് വർത്തമാന പ്രതിഷ്ഠ ഗുരു. രണ്ടാമത് നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ, നമുക്ക് ഭഗവത്ഗീതയെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും ഗുരുവിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് എല്ലാ ദിവസവും നിർദ്ദേശങ്ങൾ തരുന്ന ആളെ ശിക്ഷാഗുരുക്കന്മാരെന്ന് പറയാം. പിന്നെ അതേ ശ്രീല പ്രഭുപാദ് എന്ന് പറയുന്ന ലോകത്തെ മൊത്തം, ഈ ജഗത്തിന്റെ മുഴുവൻ ശിക്ഷാഗുരുവാണ് ശ്രീല പ്രഭുപാദ്. പിന്നെ അടുത്ത പടി എന്ന് വെച്ചാൽ ദീക്ഷാഗുരു. ഈ ശിക്ഷാഗുരുവിന് തന്നെ ദീക്ഷാഗുരു ആകാം. തന്റെ ശിഷ്യന്മാർക്ക് ദീക്ഷ കൊടുത്തിട്ട് അവരെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും.
അപ്പൊ ഇതൊക്കെയാണ് ഗുരുക്കന്മാരുടെ നിലയെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ വർത്തമാന പ്രദേശം നമ്മളെ കൊണ്ടുവന്നു, ഒരാൾ കൈപിടിച്ചു കൃഷ്ണ കോൺഷ്യസ് കൊണ്ടുവന്നു, ഇതാ ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ നമ്മളെ കൊണ്ടുവരുന്നവരെ വർത്തമാന പ്രദേശ ഗുരു. അപ്പൊ നമ്മൾ ഈ ഗുരുക്കന്മാരെ 3 പേരെയും വർത്തമാന പ്രദേശ ഗുരു, ചില ആൾക്കാർ വന്ന് നമ്മളെ പിടിച്ച് കൃഷ്ണ കോൺഷ്യസ് കൊണ്ടുവന്നാലും ചിലപ്പോൾ അവരങ്ങ് വിട്ടു പോവായിരിക്കും. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിൽ എന്നും അവരോട് ആ ഒരു ഇന്ന് നമ്മൾ കൃഷ്ണ കോൺഷ്യസിൽ കൂടുതൽ എന്താണ് പുരോഗതിയൊക്കെ പ്രാപിച്ചു കഴിയുമ്പം നമ്മുടെ അനുഗ്രഹം കൊണ്ട് ഒരു പക്ഷെ അവരും വരും. പക്ഷെ അതാണ് തീർച്ചയായിട്ടും ഒരു വർത്തമാന പ്രതീക്ഷ ഗുരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ ശിക്ഷാഗുരു, ദീക്ഷാഗുരു ആയി കഴിഞ്ഞാൽ ദീക്ഷാഗുരുവായിട്ടുള്ള ബന്ധം, ദീക്ഷാഗുരുവാണ് നമ്മളെ ആധ്യാത്മിക തലത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ഭഗവാന്റെ പരമ്പരയായിട്ട് കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മളെ തിരിച്ച് ഭഗവത് സന്നിധിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ ആ ഒരു റിസ്ക് ആണ് അത് ആക്ച്വലി അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ കർമ്മങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി. അപ്പൊ നമ്മൾ എപ്പോഴും അതിനുവേണ്ടി നമുക്കൊരു ഗുരു ഉണ്ട്, പ്രസന്റ് ഗുരു നമുക്ക് ഇന്നുണ്ട്. അപ്പൊ ആ ഒരു ഗുരുവിനെ സ്വീകരിച്ച് അദ്ദേഹത്തെ നമ്മൾ സേവിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ പാലിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇപ്പം നമ്മൾ പ്രയത്നിക്കുന്ന എന്തൊക്കെയാണ്, നമ്മൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്നു, നാമം ജപിക്കുന്നു, ഭഗവാനെ കുറിച്ച് കേൾക്കുന്നു, കീർത്തനം പാടുന്നു, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലപ്രാപ്തി കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഗുരു നമ്മളെ സഹായിക്കുന്നത്. അപ്പോ ശ്രോത്രീയം അതായത് കഠോപനിഷത്തിൽ പറയുന്നുണ്ട്, തത് വിജ്ഞാനാർത്ഥം തത് ഗുരു ഏവാഭിഗച്ഛേ ശ്രോത്രീയം ബ്രഹ്മനിഷ്ഠം. അപ്പം ഒരാളിൽ ആത്മീയത വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം. അതായത് ബ്രഹ്മനിഷ്ഠം, അതായത് ആ ഒരു ബ്രഹ്മത്തെ കണ്ടറിയാനും അല്ലെങ്കിൽ ബ്രഹ്മത്തെ നമുക്ക് തൊട്ടറിയാനും സ്പർശിച്ചറിയാൻ പറ്റും, ഫേസ് ടു ഫേസ് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ഗുരുവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മളൊക്കെ ഇനിഷ്യേഷൻ ഒക്കെ എടുത്തിട്ട് വർഷങ്ങളായി. ഇപ്പോഴും ഗുരു മഹാരാജിന്റെ ഓരോ ദിവസത്തെ നിർദ്ദേശം എല്ലാവരും 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം, എല്ലാവരും 16 റൗണ്ട്സ് ചാൻറ്റ് ചെയ്യണം. കാരണം എന്താണ്, ഓരോ ദിവസവും ഇങ്ങനെ അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ. അതുപോലെ സത്സംഗം, എപ്പോഴും നമ്മൾ സത്സംഗത്തിലിരിക്കണം, ഭക്തന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം, അവരിൽ നിന്ന് കേൾക്കണം, അവരുമായിട്ട് സംസാരിക്കണം. ഭഗവാനെ കുറിച്ചുള്ള പരസ്പരാനുകഥനം, പാവനം, യശശ്ച, ഇതെന്ന് വെച്ചാൽ എന്തായാലും ഭഗവാന്റെ യശസ്സിനെ കുറിച്ച് നമ്മൾ എപ്പോഴും പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കണം. അതായത് മച്ചിത്ത മദ്ദത പ്രാണ ബോധയന്ത പരസ്പരം, ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാണ് സത്സംഗം എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വെളുപ്പിനെ എഴുന്നേൽക്കുന്ന എല്ലാവരും കൊണ്ടിരുന്ന് എല്ലാ ദിവസവും നാമജപം ഉണ്ട്. അതേപോലൊപ്പം പ്രഭു നിങ്ങൾക്ക് എന്നും ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഓരോ സേവനം തരികയാണ്. അപ്പൊ അദ്ദേഹം നിങ്ങളുടെ ഗുരുവാണ്, ആദികർത്താപ്രഭു എന്ന് പറയുന്ന പോലെ. പിന്നീട് അദ്ദേഹം കാട്ടിത്തരും, അദ്ദേഹം ശിക്ഷാഗുരുവാണ്, പിന്നീട് അദ്ദേഹം നമുക്ക് ദീക്ഷാഗുരുവിനെ കാട്ടിത്തരും. അപ്പൊ അത്രമാത്രം റെസ്പോൺസിബിലിറ്റിയാണ് ശിക്ഷാഗുരുക്കന്മാരും ഏറ്റെടുക്കുന്നത്. അപ്പൊ അവരും ദീക്ഷാഗുരുവും ശിക്ഷാഗുരുവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ എന്നാലും നമ്മൾ ദീക്ഷ സ്വീകരിക്കുന്നത് ഒരു ഗുരുവിൽ നിന്ന് സ്വീകരിക്കുമ്പം അദ്ദേഹമാണ് പിന്നെ നമ്മുടെ കർമ്മങ്ങളെല്ലാം ഏറ്റെടുത്ത് നമ്മളെ ആധ്യാത്മിക വളർച്ചയിലേക്ക്, ആധ്യാത്മിക പുരോഗതിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അത് ഭഗവത്ഗീതയിലാണ്ട് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പൊ ശരിയായ സത്യം കണ്ടറിഞ്ഞ ഒരു വ്യക്തി ഗുരുവായിട്ട് നമ്മളെ, പിന്നെ അത് തന്നെയല്ല, നമ്മൾ പരമ്പരയിൽപ്പെട്ട ഗുരു, ധാരാളം ഗുരുക്കന്മാര്, വ്യാജ ഗുരുക്കന്മാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ശ്രീല പ്രഭുപാദ് പറയാറുണ്ട്, ഞാൻ പാശ്ചാത്യ നാട്ടിൽ ചെല്ലുന്ന സമയത്ത് ഒരുപാട് വ്യാജ ഗുരുക്കന്മാര്. അപ്പൊ അവരൊക്കെ ചെന്നേച്ച് പറയുന്നത് എന്താ, ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം തരാം, നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതിയെന്ന്. നമ്മുടെ ഗുരു നമ്മളോട് പൈസ വാങ്ങിച്ചിട്ടൊന്നും അല്ല, അതിനകത്തൊന്നും അവിടെ അങ്ങനെ ഒരു എക്കണോമിക്കലായിട്ടുള്ള ഒരു പോയിന്റേ അവിടെ വരുന്നില്ല. അതാണ് ആധ്യാത്മികത എന്ന് പറഞ്ഞ അത്രമാത്രം പരിശുദ്ധമാണ്, ശുദ്ധമാണ്. മനസ്സിലായി? അപ്പൊ ആ ശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഈ ആധ്യാത്മിക തലത്തിലേക്ക് ജീവാത്മാവിനെ കൈപിടിച്ചുയർത്തി, നമ്മളെല്ലാം എന്താ പറയാ, ചളിക്കുണ്ടിൽ കിടക്കുന്ന പോലെയുള്ള അവസ്ഥയാണ്. അവിടുന്ന് കൈ പിടിച്ചുയർത്തിയാണ് ആധ്യാത്മികതയിലേക്ക് കൊണ്ട്. കുറേ പരീക്ഷണങ്ങൾ ഉണ്ടാകും അവിടെ. നമുക്ക് ആദ്യമൊക്കെ നാമം ജപിക്കാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ നാമജപത്തിൽ ശ്രദ്ധ വരാത്ത ബുദ്ധിമുട്ട്, പിന്നെ അപരാധം ചെയ്ത് നമ്മൾ നാമം ജപിക്കുന്നത്, പിന്നെ അതിനെ ഓവർകം ചെയ്യുന്ന ഒരവസ്ഥ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ പടിപടിയായിട്ട്, പക്ഷേ അതാണ് ഭഗവാൻ പറയുന്നത് എന്താ, പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തും അവ്യയം. ഇത് വളരെ ഈസിയാണ് പരിശീലിക്കാൻ. ഇതിനകത്ത് വലിയ തപശ്ചര്യകളൊന്നുമില്ല. ചിലപ്പോ ഗുരുക്കന്മാര് പണ്ടൊക്കെ എങ്ങനെയാണ്, ശിഷ്യന്മാരെ കൊണ്ടുപോയി അവരെ ഒറ്റക്കാലിൽ വെച്ച് തപസ് അനുഷ്ഠിപ്പിക്കും. മനസ്സിലായോ? പണ്ടൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഇന്ന് നമുക്ക് കലിയുഗത്തിൽ ഇതൊന്നും, പിന്നെ ധ്യാനം പരിശീലിക്കും, അഷ്ടാംഗചര്യ, അതെല്ലാം വളരെ ഡിഫിക്കൽട്ടാണ്.
പക്ഷേ നമുക്ക് ഇന്ന് കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവിന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുയായികളുടെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇന്ന് വളരെ ഈസി ആയിട്ട്, അതുകൊണ്ടാണ് ഭഗവാൻ ഇത് വളരെ രാജവിദ്യയാണ്, രാജഗുഹ്യമാണ് അല്ലെ, രാജവിദ്യ രാജഗുഹ്യം പവിത്രം ഇതമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യം. അപ്പൊ ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ കൃഷ്ണാവബോധ പരിശീലനം എന്ന് പറയുന്നത് ഈ ജ്ഞാനം തന്നെ എന്താണ്, രാജവിദ്യയാണ്. ഇതിൽ അപ്പുറം ഒരു വിദ്യ ഇല്ല, ജ്ഞാനമില്ല. പിന്നെന്താ, രാജഗുഹ്യം. ഇത് വളരെ സീക്രട്ട് ആണ്, ഏറ്റവും നിഗൂഢമായിട്ടുള്ള ജ്ഞാനമാണ്. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാഗ്യമാണ് അല്ലേ. അതാണ് അർജുനന് കൃഷ്ണൻ പറഞ്ഞു കൊടുത്ത ആ ജ്ഞാനം, ഭഗവത്ഗീത എന്ന് പറയുന്നത്. രാജവിദ്യ രാജഗുഹ്യം പവിത്രമാണ്, ഇത് ഏറ്റവും പരിശുദ്ധിയുള്ളതാണ്, ഉത്തമമാണ്. പ്രത്യക്ഷാവഗമം ധർമ്മ്യം, ഇത് നമ്മൾ ധർമ്മമെന്നുള്ള നിലയില് നമ്മുടെ ധർമ്മമാണ്. അതാണ് സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജെ. അതായത് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മം, പരമമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് എന്താണ്, അധോക്ഷജനായിട്ടുള്ള ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ നമുക്ക് ഗുരു പറഞ്ഞു തരുന്ന ഈ കാര്യങ്ങള് എന്താണ്, ഇപ്പൊ ഗുരു എന്ന നിലയിലാണ് കൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. അർജുന, ഞാൻ നിനക്ക് പറഞ്ഞു തരുന്ന ഈ ശാസ്ത്രം, ഈ ദൈവിക ശാസ്ത്രം, ഇത് വളരെ പവിത്രമാണ്, വളരെ നിഗൂഢമാണ്, വളരെ എന്താ പറയാ പിന്നെ ജ്ഞാനത്തിൽ വെച്ച് ഏറ്റവും കിങ് ഓഫ് നോളജ് അതാണ്. അപ്പൊ ആ ഒരു ജ്ഞാനം നിനക്ക് പറഞ്ഞു തരും. പക്ഷെ ഇത് വളരെ ഈസിയാണ് പരിശീലിക്കാൻ. എന്താ വേണം, വെളുപ്പിനെ എഴുന്നേറ്റാൽ മതി, ചാൻഡ് ചെയ്ത് നമുക്ക് എന്താ അതിന് യാതൊരു റൂൾസും റെഗുലേഷൻസും ഒന്നുമില്ല. നാംനാമകാരി ബഹുത നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല. ഒരു നിയമവും ഇല്ല, ഒരു റൂൾസും റെഗുലേഷൻസും ഒന്നുമില്ല ഈ നാമം ജപിക്കുന്നതിന് ഇല്ലേ. അപ്പം അതിനകത്ത് എന്താ, എപ്പോ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ജപിക്കാം ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം. അപ്പൊ അത് നമ്മളെ എവിടെ വെച്ച് എങ്ങനെ ജപിച്ചാൽ തന്നെ നമ്മളെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ചേതോ ദർപ്പണ മാർജനം ഭവമഹാ ദാവാഗ്നി നീർവാഭണം. അതാണ് നാമജപത്തിന്റെ മഹിമ. അപ്പൊ ഈ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്ന ആരാണ്, ഗുരുവാണ്. അപ്പൊ ആ ഗുരുവിൽ നിന്ന് നമ്മൾ ഇതെല്ലാം എന്താണ് ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ കേട്ട് ഗുരുവിന്റെ അനുഗ്രഹത്തോട് അദ്ദേഹത്തിന്റെ കൃപയാൽ നമ്മൾ മുന്നോട്ട് അഡ്വാൻസ് ആയി വരുമ്പോൾ അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓ, ഞാൻ എത്ര അഡ്വാൻസ് ആയി. ഞാൻ പണ്ടൊക്കെ ചാൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ശ്രദ്ധയില്ലായിരുന്നു, ഇപ്പൊ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്, എനിക്കത് ശ്രവിക്കാൻ പറ്റുന്നുണ്ട്, എന്റെ മനസ്സിൽ എന്തൊക്കെയോ ഒരു ശാന്തത അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പൊ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എനിക്കിപ്പോ നാമം ജപിച്ചു കഴിഞ്ഞ ശേഷം എന്റെ മനസ്സങ്ങ് ഫ്രീ ആയതുപോലാണ്, ടെൻഷൻ ഫ്രീ ആയി. അതാണ് ടെൻഷൻ ഫ്രീ ആണ് ഹരിനാമം എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഗുരുവിന്റെ അനുഗ്രഹം കൂടെ വേണം. നമ്മൾ എഫർട്ട് എടുക്കുക, നമ്മൾ പറയത്തില്ലേ, നമ്മൾ പ്രയത്നിക്കുക, അതിന് ആ ഫലം ഭഗവാന്റെ അനുഗ്രഹമാണ് അല്ലെങ്കിൽ കാരുണ്യമാണ്. അപ്പൊ അതാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ഭക്തൻ യഥാർത്ഥത്തില ഒരു യഥാർത്ഥ ഭക്തനാണ്. ഗുരുവെന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനാണ്. അപ്പൊ ആ ഗുരുവിനെ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഗുരുപൂജ ചെയ്യാറുണ്ട്. ഗുരുപൂജ ചെയ്തിട്ട് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുന്ന എന്താണ്, ഗുരുദേവ് കൃപ ബിന്ദുതിയ, എനിക്ക് ഒരു ഡ്രോപ്പ് ഓഫ് മേഴ്സി എന്നിൽ ചൊരിയണേ. കാരണം എന്താണ്, എനിക്ക് നാമം ജപിക്കണമെങ്കിൽ തന്നെയും ഹരിനാമം ജപിക്കണമെങ്കിൽ തന്നെ എനിക്ക് ശക്തിയില്ല, ബുദ്ധിയില്ല. ശക്തി ബുദ്ധിഹീന അതിദീന. ഞാൻ വളരെ ദീനനാണ് അല്ലെ. നമ്മളെല്ലാരും ദീനരാണ്. ദീനരെന്ന് വെച്ചാൽ എന്താ അർത്ഥം, നമ്മള് ഈ പൊട്ടക്കിണറ്റില, അതായത് ഈ ഭൗതിക ജീവിതമാകുന്ന പൊട്ടക്കിണറ്റിൽ നമ്മൾ എങ്ങനെയോ നിലം പതിച്ചു പോയതാണ്. സാഗരത്തിൽ നിലം പതിച്ചവരാണ്. ഗൃഹസ്ഥ ജീവിതത്തിൽ ഗ്രഹമേധികളായിട്ട് ജീവിച്ചവരാണ് ഓരോരുത്തരും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുക, നമ്മളെ കൈ പിടിച്ചുയർത്തി കൊണ്ടുവന്ന് നമുക്ക് ആധ്യാത്മിക ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും നമുക്ക് തുറന്നു തരുന്നത് ഗുരുവാണ്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ എനിക്ക് നാമം ജപിക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും എനിക്കതിനുള്ള ശക്തിയില്ല, തിരുനാമം ജപിക്കാൻ പോലുള്ള ശക്തി എനിക്കില്ല. അതിനും ഗുരുവിന്റെ അനുഗ്രഹം വേണം. അതുകൊണ്ടാണ് ഒരു ഡ്രോപ്പ് ഓഫ് മേഴ്സി, ഒരു കാരുണ്യത്തിന്റെ ഒരു തുള്ളി എന്നിലേക്ക് പകർന്നു തരണേ, എങ്കിൽ മാത്രമേ എനിക്ക് ഹരിനാമം ജപിക്കാനുള്ളൂ. എനിക്ക് യോഗ്യത നോക്കുവാണെങ്കിൽ എനിക്ക് യോഗ്യത വിചാരേ കിച്ചു നഹിപ്പായി, എനിക്ക് യോഗ്യത കണക്കിലെടുക്കുവാണെങ്കിൽ ഞാൻ ഒന്നിനും അർഹതയുള്ളവളല്ല. മനസ്സിലായോ? പക്ഷെ അങ്ങയുടെ കാരുണ്യമാണ്. അപ്പൊ ആ ഗുരുവിന്റെ കാരുണ്യമാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും ഗുരുവിനെ മനസ്സിൽ സ്മരിക്കുക. ഇപ്പൊ നമുക്ക് ശ്രീല പ്രഭുപാദുണ്ട്, പിന്നെ അതിന്റെ ഉയർച്ചയിലേക്ക് വരുന്നവർക്ക് നമുക്ക് ഇപ്പോഴത്തെ പ്രസന്റ് ഗുരു ഉണ്ട്, നമ്മുടെ ദീക്ഷ തരുന്ന ഗുരുക്കന്മാരുണ്ട്. അപ്പൊ അവരിൽ നിന്ന് നമ്മൾ ദീക്ഷ സ്വീകരിക്കുകയും അതേപോലെ അതിനുവേണ്ടി
പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ ദീക്ഷ സ്വീകരിക്കാനായിട്ട് അതിന്റെ മഹിമ മനസ്സിലാക്കി കഴിഞ്ഞപ്പം അത് നമ്മൾ അനുഭവിച്ചറിയണം. ഉള്ളിൽ നമുക്ക് ഇന്ന് ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ട് സേവനം ചെയ്യുമ്പോഴ. ഇപ്പൊ നമ്മൾ ഗുരുവിനെ സേവ ചെയ്യണമെന്ന് പറയും. വാണി സേവയുണ്ട്, വാക്കു സേവയുണ്ട്. വാണി സേവ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുക. വാക്കു സേവ എന്ന് വെച്ചാൽ എന്താ, അദ്ദേഹത്തെ നേരിട്ട് നമ്മൾ സേവിക്കുക. ചിലപ്പോ നമുക്ക് ഗുരുവിനെ എപ്പോഴും സേവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാണി. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നീ ശ്രീല പ്രഭുപാദ എപ്പോഴും പറയും ഡിസ്ട്രിബ്യൂട്ട് മൈ ബുക്സ്. അപ്പൊ എന്റെ ബുക്കുകളെ നീ എപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പൊ നമ്മളൊരു ഭഗവത്ഗീത വാങ്ങിച്ച ഒരാളിന് കൊടുത്തിട്ട് അവരോടും പറയുക, ഒരു മാല വാങ്ങിച്ച ഒരാളിന് കൊടുത്തിട്ട് പറയുക നിങ്ങൾ നാമം ജപിക്കും. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത്രയും നാൾ കൊണ്ട് ഓരോരോ കാര്യങ്ങൾ കേൾക്കും. നമ്മൾ 4 പേരെ വിളിച്ചിരുത്തി ആഴ്ചയിൽ ഒരിക്കൽ ഒരു സത്സംഗം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകും. ഗുരുവിന്റെ അനുഗ്രഹം കിട്ടാനായിട്ടുള്ള ഏറ്റവും നല്ല നല്ല മാർഗങ്ങളാണ് ഇതെല്ലാം. അപ്പൊ ഗുരു പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ ശാസ്ത്രം, അതീന്ദ്രിയ ശാസ്ത്രം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ. അവനിൽ കഴിഞ്ഞൊരു പ്രിയപ്പെട്ടവൻ എനിക്ക് വേറെ ആരുമില്ല. ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അതേപോലെ ഗുരുവും നമ്മളോട് പറയും, നീ പ്രവചനം ചെയ്യണം, നീ ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, നീ എന്താ പറയാ മറ്റുള്ളവരെ ഉപദേശിക്കണം, വിശ്വാസമില്ലാത്തവരെ ഒരിക്കലും ഉപദേശിക്കാൻ പോകരുത്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോ പിന്നീട് ഭഗവത്ഗീത ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. സമയമായോ? പറഞ്ഞു കൊടുത്തിട്ട് എന്താ അവസാനം പറയുന്നത്, അതായത് നിനക്ക് ഇനി ഇഷ്ടമുള്ളത് ചെയ്യുക. മനസ്സിലായി? ഇനി ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിനക്ക് പറഞ്ഞു തന്നു, നിനക്ക് ഇനി ഇഷ്ടമുള്ളത് ചെയ്യാം. അപ്പൊ അർജുനൻ എന്താ പറയുന്നത്, കരിഷ്യേ വചനം തഥാ, കൃഷ്ണ അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കാം. അതേപോലെ അപ്പൊ ശിഷ്യൻ എന്ന് പറയുന്നത് ഗുരുവിന്റെ ആജ്ഞകൾ പാലിക്കാൻ എപ്പോഴും തയ്യാറാകണം. ഗുരു എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തിയല്ല. ഗുരുവിനെ സ്വീകരിക്കുക, വിനയപൂർവ്വം അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുക. ആ മനോഭാവം നമ്മുടെ നമ്മൾ തന്നെ സ്വയം നമ്മുടെ തെറ്റുകൾ, ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഭൗതിക ലോകത്ത് എങ്ങനെയാ, ഇപ്പൊ തെറ്റുകൾ വരുന്ന ഉടനെ ഒരിക്കലും നമ്മൾ നമ്മുടെ നേരെ വിരൽ ചൂണ്ടില്ല. നമ്മൾ പറയുമോ അവരുടെ തെറ്റാ, ഈവൻ ഡിവോട്ടി ലൈഫിലും അങ്ങനെ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മൾ ഇപ്പൊ വിനയം ഉണ്ടാകുമ്പം എന്റെ തെറ്റാണ് ഞാൻ ചെയ്തത്, ഇപ്പൊ അവരുടെ തെറ്റാണെങ്കിലും ഒക്കെ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കേണ്ട എന്താണ്, എന്റെ തെറ്റാണ്. അപ്പൊ നമ്മുടെ തെറ്റുകളെ നമ്മൾ സ്വയം അംഗീകരിച്ച്, ഇപ്പൊ മറ്റുള്ളവരുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാം, അത് പക്ഷെ ഒരിക്കലും ഒരു ക്രിറ്റിസിസം പോലെ ആവരുത്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ആ മനോഭാവം, നമ്മുടെ തെറ്റുകൾ ഇതെല്ലാം മനസ്സിലാക്കി അംഗീകരിച്ച് സ്വയം നമ്മളെ കറക്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ നമ്മൾ ഗുരുവിന്റെ സേവനത്തില്, ഗുരുവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി സദാസമയവും നമ്മൾ പ്രാർത്ഥിക്കുക. എനിക്ക് ഗുരുവിനെ സേവിക്കണം, എനിക്ക് ഗുരുവിനെ സേവിക്കണം, എനിക്ക് എന്താ പറയാ, ഇപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഗുരുവിന്റെ എന്താ പറയാ പൂജ ചെയ്യുന്നതും, അദ്ദേഹത്തിന് എന്താ പറയാ അദ്ദേഹം ആസനത്തിലിരുത്തി ഗുരുവിന്റെ ഫോട്ടോ വെച്ച് നമ്മൾ കീർത്തനം പാടി അദ്ദേഹത്തിന് പുഷ്പങ്ങൾ അർപ്പിക്കും, അഗർബത്തി ഓഫർ ചെയ്യും. മറ്റു ഭഗവാനെ സേവിക്കുന്നത് പോലെ തന്നെ, ഭഗവാന് ആരാധിക്കുന്നത് പോലെ തന്നെ ഗുരുവിനെ ആരാധിക്കും. അതൊക്കെ ഗുരുവിന്റെ അനുഗ്രഹം കിട്ടാനും അദ്ദേഹത്തിന്റെ എന്താ പറയാ കാരുണ്യം നമ്മളിലേക്ക് പകർന്നു കിട്ടാനും ഒക്കെ ഉള്ള ഏറ്റവും വലിയ മാർഗങ്ങളാണ്. അപ്പൊ ഗുരുവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ സമയമായ പ്രഭു 2 minutes. 2 minute കൂടെ ഉണ്ട്. 2 മിനിറ്റ് ഒന്നും പോരാ. അപ്പൊ അതാണ്. അപ്പൊ നമ്മള് പാപികളിൽ വെച്ച് മഹാപാപിയാണ്. എന്നാലും അതീന്ദ്രിയ ജ്ഞാനമാകുന്ന തോണിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ നമുക്ക് ഈ ദുഃഖ സമുദ്രം തരണം ചെയ്യാൻ പറ്റും. എന്താ പറയാ, ഒരു ക്യാപ്റ്റനാണ്, ഒരു ബോട്ടിന്റെ ക്യാപ്റ്റൻ. ഇപ്പൊ നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്, അതായത് സമാശ്രയേ പദപല്ലവപ്ലവം, നമ്മുടെ ശരീരം കൊണ്ട് മാത്രമേ, ഇതൊരു ബോട്ടാണ് നമ്മുടെ ഈ ശരീരം തന്നെ. ഈ ഭവസമുദ്രം കടക്കാൻ വേണ്ടിയുള്ള ഒരു ബോട്ടാണെന്ന് പറയുന്നത്. നമ്മൾ ഗുരുവിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ സ്വീകരിച്ച്, ഇപ്പൊ നമ്മളൊരു ബോട്ടിൽ കയറി കഴിഞ്ഞാൽ ക്യാപ്റ്റൻ അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരും, നിങ്ങൾ ഇങ്ങനെ ആകണം, അങ്ങനെ ആകണം. അപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഒരു ക്യാപ്റ്റനെ പോലെ ഗുരു വന്നിട്ട് നമ്മളെ ഈ എന്താണ് ഈ ബോട്ടില് വഞ്ചിയിൽ ഇങ്ങനെ നമ്മള് സമുദ്രത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന് നമ്മളെ ആധ്യാത്മികതയിലേക്ക് ഉയർത്തി അവസാനം നമ്മൾ ഈ ശരീരം വെടിഞ്ഞു കഴിയുമ്പോഴാ നമ്മളെ എന്താ പറയാ ഭഗവത് സന്നിധിയിലേക്ക് തിരിച്ചു പോകുന്ന ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത ആളാണ് ഗുരു എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഗുരുവിനെ സ്മരിക്കുക, ഗുരുവിനെ ആദ്യം സ്വീകരിക്കുക, നമ്മുടെ മനസ്സുകൊണ്ട് വരിക്കണം ഗുരുവിനെ. ഇപ്പൊ നമ്മള് ഗുരുവാശ്രയൊക്കെ എടുക്കുന്നവർക്കറിയാം, അതിനകത്തൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എപ്പോഴാണ് ഗുരുവിനെ വരിച്ചത്?
അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? അപ്പൊ ഇതൊക്കെ കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച്. അപ്പൊ അന്നേരം നമ്മൾ എന്താണ് ഗുരുവാശ്രയ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഗുരു പദാശ്രയ, ഗുരുവിന്റെ പാദങ്ങളെ ആശ്രയിക്കുക. അത് നമുക്ക് പിന്നെ എന്താ പറയാ, ഗുരുവിനെ നേരിട്ട് നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. ഇപ്പൊ ശ്രീല പ്രഭുപാദയെ മനസ്സിൽ സങ്കല്പിച്ച് നമുക്ക് അദ്ദേഹത്തിന്റെ പാദങ്ങളെ മനസ്സിൽ വിചാരിച്ച് നമുക്ക് പുഷ്പങ്ങൾ അർപ്പിച്ച് നമുക്ക് എപ്പോഴും എന്നും അദ്ദേഹത്തോട് പ്രാർത്ഥന വെക്കാം. എന്താണ്? എന്നെ ആധ്യാത്മിക ജീവിതത്തിൽ സഹായിക്കണേ, എൻ്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഉയർച്ചയിൽ അങ്ങ് എന്നും എന്നോടൊപ്പം ഉണ്ടാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മള് പിന്നെ കുറെ കാര്യങ്ങൾ, ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് അറിയാനും പറയാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരി ബോൽ മാതാജി.